ഹിന്ദി ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇക്കായി 1 ഖുലേ ദിൽസെ അല്ലേ. സ്കൂളൊക്കെ തുറന്നു അല്ലേ. നമ്മൾ പുതിയ സിലബസാണ് 6ാം ക്ലാസ്സിലെ മക്കൾക്ക്. അപ്പോൾ ഖുലേ ദിൽസെ എന്നാണ് ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേര്. എന്താണ് ഖുലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഖുലേ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? തുറന്ന ദിൽസെ. ദിൽ എന്ന് വെച്ചാൽ മനസ്സ്, ഹൃദയം എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പോൾ ഖുലേ ദിൽസെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുറന്ന മനസ്സോടെ അല്ലേ. ഇവിടെ കുറേ ചിത്രം കാണാം നിങ്ങൾക്കല്ലേ. കുറേ ഒരു പക്ഷി കാണാം, പിന്നെന്തോ ഒരു കോഴിയുണ്ട്, പിന്നെന്താ ആമയുണ്ട്, അല്ല ആമയല്ല മുയൽ, പിന്നെ പട്ടിയുണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലേ. കോഴിക്ക് മുർഗി എന്നാണ് പറയുക ഹിന്ദിയിൽ. പിന്നെ പക്ഷി തത്തയാണല്ലേ, അത് തോത്ത എന്ന് പറയും. തത്തക്ക് തോത്ത എന്ന് പറയും. പിന്നെ എന്താ ഉള്ളത്, എന്തൊക്കെയുണ്ടെന്ന് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. സബ് ഖുഷി മേ ഹേ. എല്ലാവരും എന്താ വളരെ ഖുഷി എന്ന് വെച്ചാൽ സന്തോഷത്തിലാണ്. ക്യോം എന്തുകൊണ്ടാണ്? എല്ലാവരും നല്ല ഫ്രീഡം അനുഭവിക്കുന്നുണ്ടല്ലേ. എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്. അപ്പോഴാണ് എല്ലാവർക്കും സന്തോഷം. സബ് ഖുഷി സേ ഹോത്തെ ഹൈ. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് കവിതയാണ്. നീലി ചിടിയ എന്ന് പറഞ്ഞൊരു പക്ഷിയുടെ കവിതയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. നീലി ചിടിയ. നീലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നീല നിറമുള്ള, ചിടിയ പക്ഷി. ചിടിയ എന്ന് വെച്ചാൽ പക്ഷി എന്നാണ്. അപ്പോൾ നീല നിറത്തിലുള്ള പക്ഷിക്കാണ് നീലി ചിടിയ എന്ന് പറയുന്നത്. നോക്കാം എന്താണ് പറയുന്നത്. നീലി ആസമാൻ സെ ഉത്തരി, നീലി ഏക് നിരാലി ചിടിയ, ഗാത്തി ഉടനെ വാലി ചിടിയ, ഉടുത്തി ഗാനെ വാലി ചിടിയ. നീലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീല നിറം. അപ്പോൾ നീലെന്ന് വെച്ചാൽ മലയാളത്തിലെ നീല തന്നെയാണ് ഹിന്ദിയിലും. അപ്പോൾ നീലെ. ആസ്മാൻ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആകാശം. ആകാശത്തിനാണ് ആസ്മാൻ എന്ന് പറയുന്നത്. ആസ്മാൻ മേ ഉത്തരി, ആസ്മാൻ സെ ഉത്തരി എന്നും വന്നിട്ടുള്ള എന്താണ്? നീലെ ആസമാൻ സെ ഉത്തരി, നീലാകാശത്തിൽ നിന്നും വന്നിട്ടുള്ള. ആസമാൻ എന്ന് വെച്ചാൽ ആകാശമാണ്. നീലാകാശത്തിൽ നിന്നും വന്നിട്ടുള്ള. നീല ഏക്ക്, പിന്നെയും പറയാണ് പക്ഷിയുടെ നിറം എന്താണ്? നീല കളറാണ്. നീല ഏക്ക് നിരാലി ചിടിയ. നിരാലി എന്ന് വെച്ചാൽ വിചിത്രമായിട്ടുള്ള കേട്ടോ. നിരാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിചിത്രമായ, അതുല്യമായ എന്താണ്? ചിടിയ. എന്താ? പക്ഷി. ചിടിയ എന്ന് വെച്ചാൽ പക്ഷി അല്ലേ. അത് മോളിൽ പറഞ്ഞിട്ടുണ്ടല്ലേ. പക്ഷിക്കാണ് ചിടിയ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ 2 വരി എന്താ? നീലി ആസമാൻ സെ ഉത്തരി, നീലി ഏക്ക് നിരാലി ചിടിയ. നീല ആകാശത്തിൽ നിന്നും വന്നിട്ടുള്ള നീല കളറുള്ള ഏക്ക് നിരാലി ചിടിയ, ഒരു അതുല്യമായ മനോഹരമായ പക്ഷി. അടുത്ത ലൈൻ എന്താ? ഗാത്തി ഉടനെ വാലി ചിടിയ. ഗാത്തി എന്ന് വെച്ചാൽ പാടിക്കൊണ്ട്. എന്താണ്? പാടിക്കൊണ്ട്. ഉടനെ വാലി എന്ന് വെച്ചാൽ പറക്കുന്ന എന്താണ്? ചിടിയ പക്ഷി. അപ്പോൾ ഗാത്തി ഉടനെ വാലി ചിടിയ എന്ന് വെച്ചാൽ പാട്ട് പാടിക്കൊണ്ട് ഉടനെ വാലി പറക്കുന്ന ചിടിയ, പറക്കുന്ന പക്ഷി അല്ലേ. പാട്ട് പാടിക്കൊണ്ട് പറക്കുന്ന പക്ഷി. ഇനി എന്താണ്? ഉടുത്തി ഗാനെ വാലി ചിടിയ. ഉടുത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ പറന്ന് അല്ലേ. ഗാനെ വാല എന്ന് വെച്ചാൽ പാട്ട് പാടുന്ന ചിടിയ, പക്ഷി അല്ലേ. അപ്പോൾ ഉടുത്തി ഗാനെ വാലി ചിടിയ, പാട്ട് പാടിക്കൊണ്ട് പറക്കുന്ന പക്ഷി. ഓർ ഗാത്തി ഉടനെ വാലി ചിടിയ, പാട്ട് പാടിക്കൊണ്ട് പറക്കുന്ന പക്ഷി. പിന്നെയോ ഉടുത്തി ഗാനെ വാലി പക്ഷി ചിടിയ, എന്താണ്? പറന്നുകൊണ്ട് പാട്ട് പാടുന്ന
പക്ഷി. ഓക്കെ, എന്നിട്ട് പറയാണ് ഇസ് ഫുനുഗി സെ ഉസ് ഫുനുഗി पर उड़कर जाने वाली चिड़िया इन पत्तों में छिपकर गाने वाली चिड़िया എന്നാണ് പറയുന്നത്. ഇസ് ഫുനുഗി സെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുനുഗി എന്ന് വെച്ചാൽ മരച്ചില്ലയാണ്. ഫുനുഗി എന്ന് വെച്ചാൽ മരച്ചില്ലയാണ്. ഇസ് ഫുനുഗി സെ ഇസ് ഫുനുഗി മേ ഉസ് ഫുനുഗി पर ഈ മരച്ചില്ല മേലിലും ആ മരച്ചില്ല മേലിലും ഉടുക്കർ ജാനേവാലി ചിടിയ. ഉടുക്കർ എന്ന് വെച്ചാൽ പറന്നിട്ട് ജാനേവാലി പോകുന്ന ചിടിയ പക്ഷി. ഇൻ പത്തോമേ അല്ലെ, ഇൻ പത്തോമേ എന്ന് വെച്ചാൽ പത്തോ എന്ന് വെച്ചാൽ ഇലകൾ. അപ്പോൾ പത്തോ എന്ന് വെച്ചാൽ എന്താ, ഇല എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, പത്തോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലകൾ, പത്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല, പത്തോ എന്ന് വെച്ചാൽ ഇലകൾ. ഇൻ പത്തോമേ മുൻ പത്തോമേ ഈ ഇലകളിലും ആ ഇലകളിലും ചിപ്പുക്കർ എന്ന് വെച്ചാൽ ഒളിച്ചിട്ട്, എന്താണ് ഒളിച്ചിട്ട് അല്ലേ, ഒളിച്ചിട്ട് ഗാനേ വാലി ചിടിയ പാട്ട് പാടുന്ന പക്ഷി. എന്താണ് ഈ വരികൾ പറയുന്നത്? ഇസ് ഫുനുഗി സെ ഉസ് ഫുനുഗി पर ഈ മരച്ചില്ലയിൽ നിന്നും മുകളിലും ആ മരച്ചില്ല മുകളിലും ഉടുക്കർ ജാനേ വാലി ചിടിയ പറന്നു പോയിരിക്കുന്ന പക്ഷി. ഇനി പത്തോമേ ചിപ്പുക്കർ ജാനേ വാലി ചിടിയ ഒളിച്ച് പാട്ട് പാടുന്ന പക്ഷിയാണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അടുത്ത ലൈൻസ് നോക്കും. पर फड़काकर नीचे आकर दाना खाने वाली चिड़िया. पर എന്ന് വെച്ചാൽ ചിറകാണ്. ഫടുക്കാക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അടിച്ചിട്ട് അല്ലേ, ചിറകടിച്ചിട്ട് എന്താ നീച്ചയാക്കർ. നീച്ച എന്ന് വെച്ചാൽ താഴെ, ഊപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ, ആക്കർ എന്ന് വെച്ചാൽ വന്നിട്ട്. पर फड़काकर ചിറകടിച്ചിട്ട്, നീച്ചയാക്കർ താഴെ വന്നിട്ട്, ദാന ഖാനേ വാലി ചിടിയ. ദാന എന്ന് വെച്ചാൽ ധാന്യം എന്നാണ് അർത്ഥം. ധാന്യം, ഖാനേ വാലി എന്ന് വെച്ചാൽ കഴിക്കുന്ന ചിടിയ എന്ന് വെച്ചാൽ പക്ഷി. അപ്പോൾ पर फड़काकर നീച്ചയാക്കർ ദാന ഖാനേ വാലി ചിടിയ എന്ന് വെച്ചാൽ ചിറകടിച്ചിട്ട് താഴെ വന്നിട്ട് ധാന്യങ്ങൾ കഴിക്കുന്ന പക്ഷി. ദാന ഖാക്കർ पर फड़काकर जड़ उड़ जाने वाली चिड़िया. അപ്പോൾ ദാന കാക്കർ ഫസ്റ്റ് ധാന്യം തിന്നുന്നു, പിന്നെയോ ദാന കാക്കർ ധാന്യം തിന്നിട്ട്, पर फड़काकर ചിറകടിച്ചിട്ട്, ജഡ് ഉഡ് ജാനേ വാലി ചിടിയ എന്ന് വെച്ചാൽ ജഡ് എന്ന് വെച്ചാൽ പെട്ടെന്ന് ഉഡ് ജാനേ വാലി ചിടിയ പറന്നു പോകുന്ന ചിടിയ പക്ഷി. എന്താണ് पर फड़काकर नीचेआकर दाना खाने वाली चिड़िया. എന്താ, ചിറകടിച്ചുകൊണ്ട് താഴെ വന്നിട്ട് എന്താ ധാന്യങ്ങൾ തിന്നുന്ന പക്ഷി. ദാന ഖാക്കർ पर फड़काकर जड़ उड़ जाने वाली चिड़िया. ദാന ഖാക്കർ ധാന്യങ്ങൾ തിന്നിട്ട്, पर फड़काकर ചിറകടിച്ചിട്ട്, ജഡ് ഉഡ് ജാനേ വാലി ചിടിയ പെട്ടെന്ന് തന്നെ പറന്നു പോകുന്ന ചിടിയ അല്ലേ. നമ്മൾ പോയി കഴിഞ്ഞാൽ ചിടിയ അവിടെ നിന്ന് പോയില്ല, ധാന്യങ്ങൾ തിന്നിട്ട് ഉടനെ തന്നെ പറന്നു പോകും. അടുത്ത വരികൾ. इस डाली से उस डाली पर उड़ उड़ जाने वाली चिड़िया लाख बुलाओ लेकिन मेरे पास न आने वाली चिड़िया. എന്നാണ് പറയുന്നത്. ഇസ് ഡാലി സെ, ഇസ് എന്ന് വെച്ചാൽ ഈ എന്നുള്ള അർത്ഥമാണ്. ഡാലി എന്ന് വെച്ചാൽ മരച്ചില്ല തന്നെയാണ്. ഫുനുഗി എന്നും വെച്ചാൽ മരച്ചില്ലയാണ്, ഡാലി എന്ന് വെച്ചാൽ മരച്ചില്ലയാണ്. ഇസ് ഡാലി സെ ഉസ് ഡാലി पर ഈ മരച്ചില്ലയിൽ നിന്നും ആ മരച്ചില്ലയിലേക്ക്, ഉട് ഉട് ജാനേ വാലി, ഉട് ഉട് ജാന എന്ന് വെച്ചാൽ പറന്ന് പോവുക, പറന്ന് പോയിട്ട് പോകുന്ന ഉട് ജാനേ വാലി ചിടിയ അല്ലെ, പറന്ന് പോകുന്ന പക്ഷി. ചിടിയ എന്ന് വെച്ചാൽ പക്ഷി. ലാഖ് ബുലാവ് ലേക്കിൻ മേരെ, ലാഖ് എന്ന് വെച്ചാൽ ലക്ഷം എന്നുള്ളത് അർത്ഥമാണ്, ലാഖ് എന്നുള്ള അർത്ഥമാണ്. ലാഖ് ബുലാവും ലക്ഷം തവണ വിളിച്ചാലും, ബുലാന എന്ന് വെച്ചാൽ വിളിക്കുക, ബുലാവും വിളിച്ചാലും, ലേക്കിൻ മേരെ പക്ഷേ എൻ്റെ, പാസ് അടുത്തേക്ക്, പാസ് എന്ന് വെച്ചാൽ അടുത്ത്. ഓക്കെ,
പാസ് എന്ന് വെച്ചാൽ എടുത്ത്. ന ആനെ വാലി ചിടിയ. ആനെ വാലി ചിടിയ എന്ന് വെച്ചാൽ വരുന്ന ചിടിയ. ന ആനെ വാലി എന്ന് പറഞ്ഞാൽ വരാത്ത പക്ഷി. അപ്പം എന്താ പറയുന്നത്? ലക്ഷം തവണ വിളിച്ചാലും നമ്മൾ അടുത്തേക്ക് വരാത്ത ചിടിയ അല്ലേ. ഇസ് ഡാലി സെ ഉഡ്സ് ഡാലി പർ ഉട് ഉട് ജാനെ വാലി ചിടിയ. അതായത് ഈ ചില്ലയിൽ നിന്നും ആ മരച്ചില്ലകളിലേക്ക് ഉട് ഉട് ജാനെ വാലി ചിടിയ, പറന്ന് പറന്ന് പോകുന്ന പക്ഷി. ലാക്ക് പുലാവു, ലക്ഷം തവണ വിളിച്ചാലും ലേക്കിൻ മേരെ പാസ്, പക്ഷെ എൻ്റെ അടുത്തേക്ക് ന ആനെ വാലി ചിടിയ, വരാത്ത പക്ഷികൾ. ലാസ്റ്റത്തെ സ്റ്റാൻസ് നോക്കാം. എന്താ പറയുന്നത്? നീലെ ആസമാനസെ ഉത്തരി നീലി ഏക്ക് നിരാലി ചിടിയ, ഗാത്തി ഉടനെ വാലി ചിടിയ, ഉടുത്തി ഗാനെ വാലി ചിടിയ അല്ലേ. ഫസ്റ്റ് സ്റ്റാൻസ് തന്നെ ലാസ്റ്റുമുണ്ട് അല്ലേ. നീല ആസമാനസെ, നീല ആകാശത്തിൽ നിന്ന്, ഉത്തരി വന്നിട്ടുള്ള, നീലി ഏക്ക് നിരാലി ചിടിയ, നീല കളറുള്ള, നിരാലി എന്ന് വെച്ചാൽ അതുല്യമായിട്ടുള്ള ചിടിയ പക്ഷി. പാട്ടി ഉടനെ വാലി ചിടിയ, പാട്ടുപാടി പറന്നു പോകുന്ന പക്ഷി. ഉടുത്തെ ഗാനെ വാലി ചിടിയ, പറന്നിട്ട് പാട്ട് പാടുന്ന പക്ഷി. അപ്പോൾ കൂട്ടുകാർക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ. ലാക്ക് ബുലാവു ലേക്കിൻ മേരെ പാസന ആനെ വാലി ചിടിയ ക്യോം അല്ലേ. ലക്ഷം തവണ വിളിച്ചാലും ബുലാവും, ലേക്കിൻ പക്ഷേ, മേരെ പാസന ആനെ വാലി ചിടിയ, എൻ്റെ അടുത്ത് വരാത്ത പക്ഷി. ക്യോം, എന്തുകൊണ്ടായിരിക്കും പക്ഷി അടുത്ത് വരാത്തത് അല്ലേ? എന്തുകൊണ്ടായിരിക്കും ചിടി അടുത്ത് വരാത്തത്? ഉസേ ഡർ की वजह से वो इंसान के पास नहीं जाते അല്ലേ. നമ്മൾ പോകുമ്പോൾ തന്നെ എന്ത് ചെയ്യും? നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ അത് പറന്നു പോകും. अगर हम उसके पास जाते तो वो तुरंत उड़ जाती है.